കൂരിരുൾ താഴ്വരെ അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരെ അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 34 സങ്കീർത്തനം 18 വാക്യം. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. വൈകാരികമോ ആത്മീകമോ ആയ വേദനയാൽ കഷ്ടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്നതിലും വിടുവിക്കുന്നതിലും ദൈവത്തിൻ്റെ കാരുണ്യത്തെയും സജീവ പങ്കിനെക്കുറിച്ചും ഈ വാക്യം വെളിപ്പെടുത്തുന്നു. നിരാശയുടെ ആഴങ്ങളിൽ പോലും ദൈവം സമീപസ്ഥനാണെന്നും രക്ഷയും പുനഃസ്ഥാപനവും നൽകുവാൻ തയ്യാറാണെന്നും ഈ വാക്യം ഉറപ്പ് നൽകുന്നു. കഷ്ടപ്പെടുന്നവരോടുള്ള ദൈവത്തിൻ്റെ സാമീപ്യത്തെ ഈ വാക്യം ഊന്നി പറയുന്നുണ്ട്. ഇതവൻ്റെ സാന്നിധ്യത്തെയും അവരുടെ പോരാട്ടങ്ങൾ സജീവമായ ഇടപെടലിനെയും സൂചിപ്പിക്കുന്നു. ഹൃദയം തകർന്നവരെയും മനസ്സ് തകർന്നവരെ വിടുവിക്കുവാനും പുനഃസ്ഥാപിക്കുവാനുമുള്ള ദൈവത്തിൻ്റെ ശക്തിയെ ഈ വാക്യം എടുത്തു കാണിക്കുന്നു. പ്രിയ സ്നേഹിതരെ, വേദനിക്കുന്നവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുവാനും അവർ ഒറ്റയ്ക്കല്ലെന്നും ദൈവം അവരുടെ ശക്തിയുടെയും വിടുതലിൻ്റെയും ഉറവിടമാണെന്നും ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ദൈവത്തെ ദിനംപ്രതി ശരണപ്പെടുന്നവരായി നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപപ്പെടുത്താം. പ്രാർത്ഥിക്കാം. സമീപസ്ഥനായ ദൈവത്തെ തിരിച്ചറിയുവാനുള്ള കൃപ ദിനംപ്രതി എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.